ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ തൃശൂർ സന്ദർശനവുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നലെ മുതൽ വലിയ ചർച്ച വിവിധ കാര്യങ്ങളുമായിട്ട് നടന്നു വരികയും ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ശാക്തീകരണത്തിന്റെ പേരിലാണ് യഥാർത്ഥത്തിൽ നരേന്ദ്രമോദി വനിതാ സമ്മേളനത്തിന്റെ ഭാഗമായിട്ട് തൃശ്ശൂരിൽ പ്രധാനമന്ത്രി എന്ന നിലയിലെല്ലാം BJP നേതാക്കൾ നൽകി പങ്കെടുത്തു. ഈ ശാക്തീകരണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രം കേരളമാണ് എന്നെല്ലാവർക്കും അറിയാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പേര് കുടുംബശ്രീ എന്നാണ്. 45 ലക്ഷം സ്ത്രീകളെ ദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതിന് വേണ്ടി ഉതകുന്ന കുടുംബശ്രീ സംവിധാനമാണ് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ത്രീ ശാക്തീകരണത്തിന്റെ ക്യാമ്പ്. എന്നിട്ട് അതിനെപ്പറ്റി മുന്നിൽ ലോകത്തിന്റെ മുമ്പിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ത്യയിലെ സ്ത്രീ ശാക്തീകരണവുമായിട്ട് ബന്ധപ്പെട്ട സംഘടന കേരളത്തിലുടനീളം പ്രവർത്തിക്കുന്ന 45 ലക്ഷത്തോളം അംഗങ്ങൾ സജീവമായിട്ടും ലക്ഷക്കണക്കിന് അതുപോലെ സ്വയം തൊഴിൽ നേടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന സംവിധാനമാണ് കുടുംബശ്രീ സംവിധാനം. അതിനെപ്പറ്റി പറയുന്നത് സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട് സ്ത്രീകളെ പറ്റി പറയുമ്പോൾ ചരിത്രത്തിന്റെ ഭാഗമായിട്ടാണല്ലോ പറയേണ്ടത്. ബോധപൂർവ്വം ചില പേരുകൾ ഓർമ്മിക്കാതെ പോവുകയാണ്. ഇതുമായിട്ട് പരിശോധിച്ചാൽ അതിനെപ്പറ്റി എന്താണെന്ന് മനസ്സിലാക്കാൻ സ്വർണ്ണ കള്ളക്കടത്തിന്റെ ഓഫീസ് എവിടെയാണെന്ന് അറിയാൻ ഒന്നാണ് BJP നേതാവ് എന്ന നിലയിൽ നരേന്ദ്രമോദി അതായിട്ട് വലിയ ചർച്ചയായിട്ട് ചില ആളുകൾ ആഗ്രഹം. അതിന് ഞങ്ങൾക്ക് ആർക്കും ഒരു സംശയമില്ല. കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ എല്ലാവർക്കും അറിയാം. കേരളത്തിലും ഇന്ത്യയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തുന്ന വിമാനത്താവളങ്ങൾ കേന്ദ്രീകരിച്ച് പ്രധാനമായിട്ട് ഇന്ത്യയാണ് കേന്ദ്രീകരിച്ച് നടത്തുന്ന സ്വർണ്ണ കള്ളക്കടത്ത് കൈകാര്യം ചെയ്യേണ്ടത് ഒരു സംസ്ഥാന ഗവൺമെന്റുമല്ല, പൂർണ്ണമായിട്ടും കേന്ദ്ര ഏജൻസികളാണ്. എല്ലാ കാര്യങ്ങളും നിർവഹിക്കാൻ ഉത്തരവാദപ്പെട്ടവർ കേന്ദ്ര ഏജൻസികളാണ്. വിമാനത്താവളം എന്ന് പറയുന്നത് അവരുടെ നിയന്ത്രണത്തിലാണ്. അപ്പോ പഴയ കാലത്ത് ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഒരുപാട് വിഷയങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതികളെ പൂർവ്വസുകൊണ്ട് വിദേശത്ത് നിന്ന് തിരിച്ചു കൊണ്ടുവന്ന് ജോലി ചെയ്തില്ല. ആ കേസ് എവിടെയാണ് പോയത്? കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റാണല്ലോ കേസ് അന്വേഷിച്ചത്. കേന്ദ്ര സേനയുടെ ഭാഗമായിട്ട് വിവിധ സംവിധാനങ്ങളല്ലേ. ഇതെല്ലാം മറച്ചു വെച്ചിട്ട് ആളെ പറ്റിക്കാൻ ഒരു പൈങ്കിളി സ്റ്റൈലിൽ സ്വർണ്ണ കള്ളക്കടത്തിന്റെ കേന്ദ്ര ഓഫീസ് ഏതാണെന്ന് അറിയാം എന്ന് പറഞ്ഞാൽ അറിയുന്നത് കേന്ദ്ര ഗവൺമെന്റിന്റെയാണ് ഓഫീസാണ്. അവരാണ് ഈ കേസ് എടുക്കേണ്ടതും കേസ് കൈകാര്യം ചെയ്യേണ്ടത്. 3 വർഷമായിട്ട് എന്തേ കേസ് കൈകാര്യം ചെയ്തില്ല എന്നുള്ള ചോദ്യത്തിന് മറുപടി പറയണം. അത് പറയാതെ എന്തെങ്കിലും ആരോടെങ്കിലും ചോദിച്ചിട്ടും പറയേണ്ട കാര്യമൊന്നുമില്ല. ചിലപ്പോൾ വാർത്തയാക്കാൻ വേണ്ടി ചില മാധ്യമങ്ങൾ ഇപ്പോഴും അത് ഉപയോഗിക്കുന്നുണ്ടെന്നത് ശരിയാണ്. പക്ഷെ അതെല്ലാം പ്രശ്നം വസ്തുതാപരമായിട്ട് പരിശോധിക്കണം. അങ്ങനെ പരിശോധിച്ചാൽ എല്ലാവർക്കും അറിയാം ഈ കള്ളക്കടത്തുമായി സ്വർണ്ണ കള്ളക്കടത്തുമായിട്ട് ബന്ധപ്പെട്ട കേന്ദ്രം സെൻട്രൽ ഗവൺമെന്റിന് കീഴിലുള്ളതാണ്. നടത്തിക്കൊണ്ടിരിക്കുന്നത് നയന്ത്ര മേഖലയിലാണല്ലോ കള്ളക്കടത്ത് സ്വർണ്ണമാണ്. അങ്ങനെയല്ല എന്നാണ് ഇവിടെ MP മുരളീധരൻ പറഞ്ഞത്. കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രതിനിധി കേന്ദ്രമന്ത്രി പറഞ്ഞിട്ടുള്ളത് ഈ നയതന്ത്ര മേഖലയിൽ തന്നെയാണെന്നാണ്. ഇതൊക്കെ വളരെ ഗൗരവമുള്ള പ്രശ്നമാണ്. അതൊക്കെ ലാഘവബുദ്ധിയോടെ രാഷ്ട്രീയ ഉദ്ദേശത്തോടെ രാജ്യത്തിന്റെ സുരക്ഷ പോലും അപകടപ്പെടുത്തപ്പെട്ടാലും പ്രശ്നമല്ല എന്ന് കണ്ടുകൊണ്ട് വലിയ പ്രചാരവേഗത തുടക്കം കുറിക്കുന്നത് മാത്രമേ മുമ്പേ പ്രചരണം നടത്തിയിട്ട് തന്നെയാണ്. പക്ഷേ എത്രയും വേശാതുകൊണ്ട്
അപ്പൊ വീണ്ടും അതുമായിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുകയാണ്. അതിന്റെ ഉത്തരവാദിത്വം പൂർണ്ണമായിട്ട് കേന്ദ്ര ഗവൺമെന്റിനാണ്. അതിന്റെ തലവനാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി ഈ നരേന്ദ്രമോദി. എന്നിട്ട് വേറെ ആരുടെയെങ്കിലും തലയിൽ കെട്ടിവെക്കാനില്ല, ഒരു ശ്രമത്തിനും യാതൊരു അടിസ്ഥാനമില്ല എന്നുള്ളതാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് അറിയാനുള്ള. പിന്നെ രാമക്ഷേത്രം സംബന്ധിച്ചുള്ള അതിന്റെ ഉദ്ഘാടനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം ഇപ്പോഴും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മതനിരപേക്ഷ ഉള്ളടക്കത്തോടുകൂടി ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് ഗവൺമെന്റ് ഏതെങ്കിലും മതത്തിന്റെ വക്താവോ ഏതെങ്കിലും മതത്തിന്റെ ആചാര രീതികളോ കൈകാര്യം ചെയ്യാൻ ബാധ്യതയുള്ളവരല്ല. വിശ്വാസികൾ അവരുടെ വിശ്വാസ പ്രമാണം അനുസരിച്ച് ജീവിക്കാൻ അവർക്ക് അവകാശമുണ്ട്, എല്ലാ അവകാശം, ജനാധിപത്യ അവകാശം. അത് ഏത് പൗരനായാലും ഏത് ജാതിയിൽപ്പെട്ട മതത്തിൽപ്പെട്ട വിശ്വാസികൾക്കെല്ലാം അവരുടെ വിശ്വാസം അനുസരിച്ചും ഈ ഒരു വിശ്വാസമില്ലാതെ ജീവിക്കുന്നവർ വിശ്വാസമില്ലാതെ ജീവിക്കാനുള്ള ജനാധിപത്യ ഭരണഘടനാ അവകാശമുള്ള രാജ്യമാണ് ഇന്ത്യ. ആ രാജ്യത്ത് ഭരണകൂടം തന്നെ വർഗീയമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് 2025 പൂർത്തിയാവാൻ പോകുന്ന ഒരു ക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം വരാൻ പോകുന്ന 2024 തെരഞ്ഞെടുപ്പിനെ ലാക്കാക്കി രാഷ്ട്രീയ ആയുധമാക്കാൻ വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമമാണ് ഇപ്പോൾ ബാബറി മസ്ജിദ് തകർത്ത സ്ഥലത്ത് തന്നെ രാമക്ഷേത്രം നിർമ്മിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഉള്ളത്. അത് ഉദ്ഘാടനം ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ആരൊക്കെ പോകണം, ആരൊക്കെയാണ് ക്ഷണിക്കുന്നത്, ഇതിന്റെ ചർച്ചയാണ് കേരളത്തിലും ഇന്ത്യയിലും മുഴുവൻ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് അപ്പൊ തന്നെ കൃത്യമായ നിലപാട് സ്വീകരിച്ചു. ഞങ്ങളതിൽ പങ്കെടുക്കുന്ന പ്രശ്നമില്ല. കോൺഗ്രസിലെ നേതാക്കന്മാരെ ക്ഷണിച്ചിട്ടുണ്ട്. അവര് ഇപ്പോഴും വ്യക്തതയോടുകൂടി പങ്കെടുക്കില്ലാന്നോ പങ്കെടുക്കുന്നോ ഉറപ്പിച്ച് പറഞ്ഞിട്ടില്ല. എന്നാൽ നമുക്കെല്ലാം അറിയാം, ഹിമാചൽ പ്രദേശിന്റെ മുഖ്യമന്ത്രി പരസ്യമായിട്ട് തന്നെ നിലപാട് സ്വീകരിച്ചു. ഉത്തരേന്ത്യയിൽ ആകെ കോൺഗ്രസിനുള്ള ഒരേ ഒരു ഗവൺമെന്റ് 4 സീറ്റ് മാത്രമുള്ള പാർലമെന്റ് ഉൾക്കൊള്ളുന്നതാണ് ആ സംസ്ഥാനമെങ്കിലും അവര് പറഞ്ഞത് ക്ഷണിക്കാനും ക്ഷണിച്ചില്ലെങ്കിലും ഞാൻ പങ്കെടുക്കുമെന്നാണ്. കോൺഗ്രസിന്റെ മൃദു ഹിന്ദുത്വ നിലപാടാണ്. കോൺഗ്രസ് മതനിരപേക്ഷ നിലപാട് സ്വീകരിക്കാതെ പൂർണ്ണ ഹിന്ദുത്വ നിലപാട് സ്വീകരിക്കുന്ന വർഗീയ വിഭാഗത്തോട് മത്സരിച്ചു നിൽക്കാൻ ഇന്ത്യയിൽ സാധിക്കുന്നതല്ല എന്ന അനുഭവത്തിന്റെ വെളിച്ചത്തിൽ തന്നെ മനസ്സിലായതാണ്. ഗുജറാത്തിന്റെ ഭാഗമായിട്ട് മനസ്സിലായി, ഇപ്പോൾ ഏറ്റവും അവസാനം സംസ്ഥാന തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് മനസ്സിലായി. എന്നിട്ടും കോൺഗ്രസ് ആ നിലപാടിൽ നിന്നും മാറാൻ തയ്യാറില്ല. അപ്പോൾ ഇന്ത്യ എന്ന വളരെ വിപുലമായ ഒരു സംവിധാനത്തെ മതനിരപേക്ഷ ഉള്ളടക്കത്തോടെ കൈകാര്യം ചെയ്ത് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല എങ്കിൽ ഈ ഹിന്ദുത്വ അജണ്ട വാസ്തവത്തിന്റെ രീതിയിൽ കൈകാര്യം ചെയ്യാൻ കൊടുത്ത BJP-യെ പരാജയപ്പെടുത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഉന്നമാണെങ്കിലും നമുക്ക് പ്രയാസകരമായ അവസ്ഥയാണ് സൃഷ്ടിക്കുക. തീർച്ചയായിട്ടും മതനിരപേക്ഷ ഉള്ളടക്കത്തോടുകൂടി ഈ വർഗീയതയെ പ്രതിരോധിക്കാനുള്ള പ്രവർത്തനത്തിലേക്ക് ഇന്ത്യ എന്ന സംവിധാനത്തിനാകെ ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കണം. പാഠം പഠിച്ചുകൊണ്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന നിലയിലേക്ക് എത്തുകയും വേണം. രാമക്ഷേത്രത്തെ, അതിന്റെ ഉദ്ഘാടനത്തെ ഒരു രാഷ്ട്രീയ അജണ്ടയായിട്ട് കൈകാര്യം ചെയ്യുന്ന കോൺഗ്രസിന്റെ BJP-യുടെ സമീപനത്തെ കോൺഗ്രസ് തിരിച്ചറിയണം. ഇതാണ് അത് സംബന്ധിച്ച് പറയാനുള്ള വളരെ പ്രധാനപ്പെട്ട. പിന്നെ നരേന്ദ്രമോദി ഇവിടെ വന്നപ്പോ കേരളത്തിലെ സ്ത്രീ പ്രശ്നം സംബന്ധിച്ച് ചൂണ്ടിക്കാണിക്കട്ടെ. നേരത്തെ പറഞ്ഞു, അത് തന്നെ ഞാൻ ആമുഖമായിട്ട് പറഞ്ഞതാണ്. ഈ ശാക്തീകരണത്തിന്റെ ഇന്ത്യയിലെ ലോകമറിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 39 രാജ്യങ്ങളുമായിട്ട് ഇന്ന് നമ്മുടെ കുടുംബശ്രീ പ്രസ്ഥാനത്തിൽ കൊണ്ടുവരും. അപ്പൊ അത്രയും വിപുലമായ ഒരു സംവിധാനമായിട്ട് നമുക്ക് കുടുംബശ്രീ കടന്നു വന്നിട്ടുണ്ട്. കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾ ലോകത്തിലെ തന്നെ വിവിധ മേഖലകളിൽ കുടുംബശ്രീ സംവിധാനം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ജില്ലാ കൗൺസിൽ മുതൽ ഇങ്ങോട്ട് സംവരണത്തിന്റെ കാര്യം ഞാൻ പറയേണ്ട കാര്യം, ആദ്യം തന്നെ 50% സംവരണത്തിലേക്ക് എത്തിയത് കേരളമാണ് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം. ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ പാർലമെന്റിലും അസംബ്ലിയിലും 33% സംവരണം തീരുമാനിച്ചതാണ്. തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ ഈ പ്രവർത്തനം ഇനി വരാൻ പോകുന്ന 2024 നടത്താൻ സാധിക്കാതെ അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ 2024 തെരഞ്ഞെടുപ്പ് നടത്താറോ? അത് തീരുമാനിക്കുന്നതൊന്നല്ലാതെ നടപ്പിലാക്കാനില്ല. അവരെന്ന് പറയുന്നത് 24 കഴിഞ്ഞ് 29 തന്നെ നടക്കുമെന്ന് ഞാൻ വാക്കുകൾ സംശയം പ്രകടിപ്പിക്കുകയില്ല. കാരണം 2021 സെൻസസ് ഇപ്പോഴും നടന്നിട്ടില്ല.
ഇനി ആ സെൻസസ് എന്തായിരിക്കണം എന്നതിനെ പറ്റി പറഞ്ഞില്ല. ജാതി സെൻസസ് വേണം എന്നുള്ള അഭിപ്രായമുണ്ട്, വേണ്ട എന്നുള്ള അഭിപ്രായമുണ്ട്. അപ്പൊ എപ്പോഴാണ് സെൻസസ് ആരംഭിക്കുക എന്നത് ഇതേവരെ പാടില്ല, ഇന്ന് വ്യക്തമായിട്ടില്ല. അതിനുശേഷം മണ്ഡലങ്ങൾ പുനർവിഭജനം ചെയ്യണം. ആ മണ്ഡല പുനർവിഭജനവും കൂടി ചേർന്ന് കഴിഞ്ഞിട്ടാണ് സമ്മേളനത്തെ പറ്റി ആലോചിക്കുക എന്നാണ് പറഞ്ഞത്. 2029 നടക്കുന്നതിൽ കൂടി പറഞ്ഞു. അപ്പോ യഥാർത്ഥത്തിൽ വോട്ട് തട്ടുന്നതിന് വേണ്ടി ഒരു പ്രചരണത്തിന്റെ ആയുധമായി BJP ഉപയോഗിക്കുന്നു എന്ന് മാത്രമേ നമുക്ക് കാണാൻ സാധിക്കൂ. അതുകൊണ്ട് ഇതെല്ലാം ജനങ്ങൾക്ക് മുമ്പിൽ വളരെ വ്യക്തതയോടുകൂടി മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം തന്നെയാണ്. 2024 തെരഞ്ഞെടുപ്പിൽ സംവരണം അവർ അംഗീകരിക്കുന്നില്ല. 2029 തന്നെ മീഡിയാവും എന്നുള്ളത് നമുക്ക് യാതൊരു ഗ്യാരണ്ടിയും കൊടുത്തിട്ടില്ല. അപ്പൊ യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു മുദ്രാവാക്യമായിട്ട് പണ്ട് നിയമം പോകണമെന്നായിരുന്നു മുദ്രാവാക്യം. നിയമം ഉണ്ടായിട്ട് ഇതേപോലെ തന്നെ കൈകാര്യം ചെയ്തു പോകുന്ന നിലയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ സ്ത്രീകൾക്കെതിരായ കടന്നാക്രമണത്തെ സംബന്ധിച്ചിടത്തോളം അതും കേരളത്തിന്റെ ഭാഗമായിട്ട് വിശദീകരിക്കുന്ന നില സ്വീകരിക്കുന്നു. വാരാണസി എന്ന് പറയുന്നത് പ്രധാനമന്ത്രിക്ക് അറിയാവുന്ന മണ്ഡലമല്ലോ, സ്വന്തം മണ്ഡലം. അവിടെ IIT ക്യാമ്പസിലെ വിദ്യാർത്ഥിനിയെ ക്രൂരമായി കൂട്ടബലാത്സംഗത്തിനിരയാക്കിയ BJP IT സെല്ലിന്റെ നേതാവ് അറിയപ്പെടാതെ ആരൊന്നുമല്ല, നല്ലപോലെ അറിയപ്പെടുന്നവർ തന്നെയാണ്. അവരാണ് ഇവരെ കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കിയതെന്ന് അവസാനം പോലീസ് നിലപാട് സ്വീകരിക്കാതിരുന്നപ്പോൾ കോടതിയിലേക്ക് അവർ തന്നെ പോയി. അവസാനം കോടതിയുടെ പ്രധാനപ്പെട്ട ഇടപെടൽ വന്നപ്പോഴാണ് ഇവരെ അറസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴാണ് ഇവരെല്ലാം BJPയുടെ ഉന്നത നേതൃത്വവുമായിട്ട് ബന്ധപ്പെട്ടവരാണ് എന്ന് മനസ്സിലായി. എന്താണ് നിങ്ങളുടെ ശക്തി കേന്ദ്രങ്ങളിലെ ജീവനോടെടുക്കുന്ന നിലപാട് എന്നുള്ളതിന് വേറെ അധികം വിശദീകരണം കൊടുക്കേണ്ട കാര്യമാണ്. ഇപ്പോൾ കടുത്ത പ്രക്ഷോഭത്തിന്റെ ഭാഗമായിട്ടാണ് അവരെ പിന്നീട് അറസ്റ്റ് ചെയ്യുന്നത്. അതുപോലെ ഗുസ്തി താരങ്ങളുടെ സംഭവം ഡൽഹി തന്നെയാണല്ലോ. സ്ത്രീ പീഡനവുമായിട്ട് ബന്ധപ്പെട്ട് മാസങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സമരത്തിന്റെ ഒരു തുടർച്ചയും ഗുസ്തിയുടെ ചുക്കാൻ പിടിക്കുന്ന അസോസിയേഷൻ ഇവരുന്നയിച്ചിട്ടുള്ള എല്ലാ തെറ്റായ നിലപാടുകൾക്കും പൂർണ്ണമായിട്ട് വിട്ടുനിൽക്കുന്ന BJPയുടെ MP അവിടെ ഒരു പുതിയ ബിനാമി അതിൽ അസോസിയേഷന്റെ ഭാരവാഹിയായി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ പ്രകോപിതമായിട്ട് ഗുസ്തി താരങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അത് ഒപ്പം നിന്നുകൊണ്ടിരിക്കുന്ന കായിക താരങ്ങളും അവർക്ക് ലഭിച്ച ഏറ്റവും പ്രധാനപ്പെട്ട അവാർഡുകൾ പ്രധാനമന്ത്രിയുടെ മുമ്പിലേക്ക് വലിച്ചെറിയുന്നത് പോലെ എറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ചിത്രമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്ത്രീ പീഡനത്തിന് എതിരായിട്ട് വാർത്താനം പറയുന്ന BJPയുടെ മന്ത്രിമാരുൾപ്പെടെ പ്രധാനമന്ത്രി ഉൾപ്പെടെ ഈ കാര്യത്തിൽ മൗനം വഹിക്കുകയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ്. മണിപ്പൂർ സംഭവം ഇതേപോലെ തന്നെയാണ്. മണിപ്പൂര് ലോകം മുഴുവൻ കണ്ട ഒരു ദൃശ്യമാണ്. കൂട്ടബലാത്സംഗത്തിനിരയാക്കി 2 സ്ത്രീകളെ പുരുഷന്മാരുടെ ഇടയിലൂടെ വലിച്ചെടുത്തു കൊണ്ടുപോകുന്ന നഗ്നരായിട്ട് കൊണ്ടുപോകുന്ന ഒരു ചിത്രം. ഇന്ത്യ മുഴുവൻ യഥാർത്ഥത്തിൽ ലജ്ജിച്ച് തലതാഴ്ത്തിപ്പോയ സംഭവമായിരുന്നു അത്. ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് അന്നും പ്രതിഷേധമില്ല, ഇന്നും പ്രതിഷേധമില്ല. അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു നിലപാടും ഇന്നേ അവരെ സ്വീകരിച്ചിട്ടില്ല. അപ്പോ ഇവരാണിപ്പോൾ വനിതാ സംവരണത്തെ സംബന്ധിച്ചും അതിന്റെ ഭാഗമായിട്ടുള്ള സ്ത്രീ ശാക്തീകരണത്തെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നമുക്കിതിന്റെ മുമ്പിലേക്ക് കുറേശ്ശെ പിന്നോട്ടേക്ക് പോയി നോക്കിയാൽ നമുക്കറിയുന്നതാണ് കത്വ സംഭവം. കത്വ സംഭവത്തിൽ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സംഭവത്തിലും സംഘപരിവാറിനെ സംരക്ഷിക്കുന്ന നിലപാടാണ് യഥാർത്ഥത്തിൽ ഗവൺമെന്റും BJP ശ്രമിച്ചത്. പിന്നെ ഹത്രാസ് സംഭവവും ഇതേപോലെ തന്നെയാണ്. ഹത്രാസിലൊരു പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത് ഒന്നും കുഴിച്ചു മൂടിയ UPയിലെ അവിടെയുള്ള അവരുടെ മാതാപിതാക്കൾ പോലും അവരെ കാണിച്ചിട്ടേയില്ല. അവരെ പോലും കാണിക്കാതെ ഇത് യഥാർത്ഥത്തിൽ കൈകാര്യം ചെയ്യുന്ന നിലയാണ് ചെയ്തത്. പോലീസിന്റെ ഭരണകൂട സംവിധാനത്തിന്റെ പിന്നോട്ടുകൂടിയാണ്. ഈ കാര്യം റിപ്പോർട്ട് ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് കാപ്പനെ അറസ്റ്റ് ചെയ്യുന്ന നിലപാടിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇത് പുറത്തേക്ക് കൊണ്ടുവരുന്നവരാണ് ശിക്ഷിക്കപ്പെടുന്നത് എന്നാണ് നരേന്ദ്രമോദി സംവിധാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട. ഇതേപോലെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കേസാണ്
നമുക്കെല്ലാം അറിയുന്നതാണ് ഡൽഹീസ് ബാനു കേസ്. അതിലെ പ്രതികളെ പ്രത്യേകമായി ഇടപെട്ട് ജയിലിൽ നിന്ന് മോചിപ്പിച്ചു. സാധാരണ ഇതൊന്ന് വ്യത്യസ്തമായ ഒരു ചിത്രമാണ്. ഗവൺമെന്റ് തന്നെ നേരിട്ട് ഇടപെടുക, എന്നിട്ട് ജയിൽ ശിക്ഷയാണ്, ആ ജയിലിൽ നിന്ന് മോചിപ്പിച്ച് അവരെ പൂമാലയിട്ട് സ്വീകരിക്കുന്ന നിലപാട് സ്വീകരിച്ചു. അത് സ്വീകരിച്ചത് BJP-യാണ്. അപ്പോ ബിൽഗിസ് ബാനു കേസ് എല്ലാവരും പറയുന്ന കേസ് തന്നെയാണ്. ഞാനിതിന്റെ വിശദീകരണത്തിലേക്ക് പറഞ്ഞത് കൂട്ടബലാത്സംഗത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കൊലപാതകത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമായിരുന്നു. പിന്നെ നാഷണൽ ക്രൈം ബ്യൂറോയുടെ റിപ്പോർട്ട് അനുസരിച്ച് വലിയ രീതിയിലുള്ള അക്രമങ്ങളാണ് ഇതിന്റെ ഭാഗമായിട്ട് ഇന്ത്യയിലുടനീളം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, രാജസ്ഥാൻ, തെലങ്കാന എന്നീ 4 സംസ്ഥാനങ്ങളുടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിച്ചു. അതുവരെ പ്രഖ്യാപിക്കുന്നത് വരെ ഈ റിപ്പോർട്ടൊന്നും പുറത്തു വിടാൻ പാടില്ല എന്ന് തീരുമാനിച്ചിട്ട് റിപ്പോർട്ട് പുറത്തു വിട്ടില്ല. കണക്കുകൾ ഒരു പരിശോധനയ്ക്ക് വിധേയപ്പെടുത്താൻ അന്നത്തെ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് സാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പുറത്തു വിടാതിരുന്നത്. ഇപ്പോഴത് പുറത്തു വിടാൻ നിർബന്ധിതരായിരിക്കുക. അപ്പോ എന്താണ് സ്ത്രീകളുടെ സുരക്ഷ എന്ന് നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കുന്നതാണ് ഈ ഓരോരോ കാര്യങ്ങളെ സംബന്ധിച്ചുള്ള കൃത്യമായിട്ടുള്ള കണക്ക്. പാർലമെന്റിൽ ആഭ്യന്തര വകുപ്പിനെ സംബന്ധിച്ച് കണക്ക് ഓരോ മേഖലയായിട്ട് കൊടുക്കുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം അപ്രത്യക്ഷമാകുന്ന സ്ത്രീകളെ പറ്റി. 18 വയസ്സിന് മുകളിലുള്ള 10,61,648 സ്ത്രീകളും 2,51,430 പെൺകുട്ടികളും 2019-നും 2021-നും ഇടയിൽ കാണാതായി എന്നാണ്. ചെറിയ കണക്കൊന്നുമില്ല, വളരെ വളരെ വലിയ കണക്കാണ്. പെൺകുട്ടികൾ കണ്ടുകൊണ്ട് നോക്കും 10,61,640 സ്ത്രീകളും, പെൺകുട്ടികൾ 2,51,430. ഇത് വളരെ ചുരുക്കം കൊല്ലം 19-നും 20-21 ഈ 3 കൊല്ലത്തിനിടയിൽ വരുന്ന കാണാതായയുടെ കണക്കാണ്. ഈ സ്ത്രീകൾക്കും കുട്ടികൾക്കും എന്ത് സംഭവിച്ചു എന്നതിനെ സംബന്ധിച്ച് യാതൊരു ധാരണയും സർക്കാരിന് ഇതുവരെ ഇല്ല. അപ്പോ എത്രത്തോളം അരക്ഷിതത്വത്തിലാണ് ഇന്ത്യയിലെ സ്ത്രീകൾ ജീവിക്കുന്നത് എന്നുള്ളതിനെ ഇതിൽ കൂടുതൽ ഒരു കണക്ക് വിശദീകരിക്കേണ്ട കാര്യം. ബലാത്സംഗ കേസുകളെ സംബന്ധിച്ച് പരിശോധിച്ചാൽ 2021-ൽ ശരാശരി ഓരോ ദിവസവും 86 ബലാത്സംഗ കേസുകളാണ് ഉള്ളത്. 86 ഓരോ മണിക്കൂറിലും സ്ത്രീ പീഡനത്തിന് ഇരയായിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഫലം ചെയ്യപ്പെട്ട കേസുകളാണ് ഓരോ മണിക്കൂറും. 2020 മാത്രം പരിശോധിച്ച് നോക്കിയപ്പോൾ 28,046 ബലാത്സംഗ കേസുകൾ ഉണ്ടായിരുന്നതാണ് 2020. 21-ലാവുമ്പോഴേക്ക് 28,046 എന്നുള്ളത് 28,046 എന്നുള്ളത് 31,677 വർദ്ധിച്ചിരിക്കുകയാണ്. ഫയൽ ചെയ്യാത്ത കേസുകൾ ഇതിന്റെ ഒപ്പം കൂട്ടിയാൽ ആ നമ്പർ വളരെ ഭീകരമായിരിക്കും. ഇപ്പോൾ സ്ത്രീകൾക്കെതിരായിട്ടുള്ള കടന്നാക്രമണങ്ങൾ 2020-ൽ 8,71,503 3,51,503 ആയിരുന്നത് 2021-ൽ 4,28,278 വർദ്ധിച്ചിരിക്കുന്നു. കണക്ക് ഞങ്ങളുടെ കണക്കല്ല, എല്ലാ ഗവൺമെന്റിന്റെ കേന്ദ്ര ഗവൺമെന്റിന്റെ കണക്കാണ്. സംസ്ഥാന ഗവൺമെന്റ് തയ്യാറാക്കിയ കണക്കൊന്നും അറിയില്ല, കേന്ദ്ര ഗവൺമെന്റ് തന്നെ തയ്യാറാക്കിയിട്ടുള്ള കണക്ക് തന്നെയാണ്. ഇതിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് BJP ഭരിക്കുന്ന സംസ്ഥാനമായ ഉത്തർപ്രദേശിലാണ്. സ്ത്രീകൾക്കെതിരായിട്ട് കുറ്റകൃത്യങ്ങൾ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന അവിടെയാണ്. രണ്ടാമത് കേന്ദ്ര ഗവൺമെന്റ് ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്ന ഡൽഹിയിലാണ്. നഗരം എന്ന രീതിയിൽ ഏറ്റവും പ്രധാനമായിട്ട് എവിടെയാണ് വരിക.
ഇപ്പോ കുറ്റകൃത്യങ്ങളുടെ കണക്ക് 2021 അപേക്ഷിച്ച് 2022 4% വർദ്ധിക്കുകയും ഇതിനെ കണക്ക് ഞാൻ വിശദീകരിക്കേണ്ട കാര്യം. ഇങ്ങനെ ഓരോ കണക്കും വ്യത്യസ്ത രീതിയിലുള്ള വിവിധ തരത്തിലുള്ള കണക്കുകൾ ഇപ്പൊ പുറത്തു വന്നിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷമാണ് അവർ പുറത്തു വിട്ടത്, അതുവരെ പുറത്തു വിട്ടിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ സ്ത്രീകൾക്ക് നേരെ അതിശക്തിയായിട്ടുള്ള കടന്നാക്രമണം ഇന്ത്യയിലുള്ളതും അത് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ പ്രത്യേകിച്ച് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക ഘട്ടത്തിലാണ് കേരളത്തിൽ വന്നിട്ട് സ്ത്രീകളുടെ പ്രശ്നം സംബന്ധിച്ചിടത്തോളം ഇവിടെയുള്ള കാര്യങ്ങൾ പർവ്വതീകരിച്ച് പറയുന്നതിന് വേണ്ടി തയ്യാറായിട്ടുണ്ട് എന്ന കാര്യം ജനങ്ങൾക്ക് തന്നെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ ഗോത്ര ജനവിഭാഗങ്ങൾക്കെതിരായിട്ട് നടക്കുന്ന പട്ടികജാതി പട്ടികവർഗങ്ങൾക്കെതിരായിട്ട് നടക്കുന്ന ഒരുപാട് കടന്നാക്രമണങ്ങളുണ്ട്. അതുപോലെ തന്നെ സൈബർ കുറ്റകൃത്യങ്ങളുണ്ട്. ഇതിന്റെല്ലാം കണക്കുകൾ കുത്തനെ വളർച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും അവസാനം വന്നിട്ടുള്ള നമുക്ക് മനസ്സിലാക്കാനാവുക. അപ്പോ ഈ സുരക്ഷിതത്തെ സംബന്ധിച്ച് പ്രസംഗമല്ലാതെ വ്യക്തമായ ഒരു നിലപാട് സ്വീകരിച്ച് എന്തെങ്കിലും ഒരു കൃത്യമായ പരിഹാരത്തിന് ഉതകുന്ന നിലപാട് സ്വീകരിക്കുന്നില്ല BJP ഗവൺമെന്റ് എന്നുള്ളത് തന്നെയാണ് കാര്യം. രാജ്യത്തെ ആകമാനം സ്ത്രീ ജീവിതത്തെ അപകടപ്പെടുത്തുന്ന എണ്ണത്തിലാണ് കേരളത്തിൽ വന്ന് സ്ത്രീ സുരക്ഷിതത്തെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. യാതൊരു അടിസ്ഥാനമില്ലാതെ പ്രചാരവേലയാണിതെന്ന് കേരളത്തെ മനസ്സിലാക്കുന്ന, ഇന്ത്യയെ മനസ്സിലാക്കുന്ന സർവ്വവിഭാഗത്തിനും അറിയാം എന്നുള്ളതാണ്. പിന്നെ തൃശ്ശൂര് എന്തോ വലിയ ഭൂകമ്പം സൃഷ്ടിക്കാൻ പോവാണ്, തൃശ്ശൂര് ഞങ്ങൾ പിടിക്കാൻ പോവാണ്. തൃശ്ശൂർ പിടിക്കാൻ പറഞ്ഞാൽ മാറ്റപ്പെട്ടിരിക്കുന്നില്ല എന്നല്ലേ അർത്ഥം. തൃശ്ശൂർ തൊടാൻ പോകുന്നില്ല. BJP പ്രകടന പരിപാടിയൊക്കെ നടത്തുന്നതിന്റെ ഭാഗമായിട്ട് കേരളം പോലെയുള്ള ഒരു സംസ്ഥാനത്ത് എത്രയോ കൊല്ലമായിട്ട് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ പറഞ്ഞു ഞങ്ങൾ 30+ ആണെന്നാണ്. എന്നിട്ട് വെള്ളം ഒന്നും പോയി. ഇപ്പോ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ പിടിക്കുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സീറ്റുകളുണ്ട്. ഒരു സീറ്റ് പിടിക്കാൻ പോകുന്നില്ല. കേരളത്തിലെ ജനങ്ങളുടെ മനോനില കൃത്യമായിട്ട് അറിയുന്ന, ഇന്ത്യൻ രാഷ്ട്രീയവും കേരള രാഷ്ട്രീയവും കൈകാര്യം ചെയ്യുന്ന എല്ലാവർക്കും അറിയാം, ഈ നാടിന്റെ ഏറ്റവും വലിയ ശത്രു മതനിരപേക്ഷതക്കെതിരായി, ജനാധിപത്യ സംവിധാനത്തിനെതിരായി, ഭരണഘടന തന്നെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട്, പാർലമെന്ററി വ്യവസ്ഥ തന്നെ ഇല്ലാതാക്കാൻ ഭരണകൂട സ്ഥാപനങ്ങളുണ്ട് ഒരുപാട്. ആ ഭരണഘടനാ സ്ഥാപനങ്ങളെ മുഴുവൻ തകർക്കാൻ എല്ലാ ഫാസിസ്റ്റ് രീതിയിൽ മുന്നോട്ടേക്ക് പോകുന്ന ഒരു സമീപനം സ്വീകരിക്കുന്ന പാർട്ടിയാണ് BJP. അതിന്റെ ന്യൂക്ലിയസായി പ്രവർത്തിക്കുന്ന വിഭാഗമാണ് RS. ഇവർ ഈ രാജ്യത്തിന്റെ ജനാധിപത്യം തകർത്ത് ഫാസിസത്തിലേക്കാണ് യാത്ര. വർഗീയ ധ്രുവീകരണമാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. അതിന് അവർ തന്നെ ചൂണ്ടിക്കാണിച്ചതുപോലെ ആഭ്യന്തര ശത്രു, 3 പ്രധാനപ്പെട്ട ആഭ്യന്തര ശത്രുവിനെ പറ്റി RSSന്റെ പ്രത്യശാസ്ത്രകാരൻ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അത് വിചാരധാരയുടെ അധ്യായങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് നേരിട്ട് കാണാം. ഗോൾവാൾക്കറുടെ ഏറ്റവും പ്രധാനപ്പെട്ട രചന, അതിൽ 3 പ്രധാനപ്പെട്ട ഭാഗം. ഒന്ന്, നമുക്കറിയാം കേരളം സാർവദേശീയ തലത്തിൽ ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യാനി 3 സാർവദേശീയ മതം. കേരളത്തെ പോലെ വിന്യസിക്കപ്പെട്ട ജനസംഖ്യാനുപാതത്തിലുള്ള ഒരു നാട്, ഒരു രാജ്യം പോലെ ലോകത്തൂരി. ഈ RSകാർക്കും BJPക്കാർക്കും കിട്ടുമെന്ന് പൂർണ്ണമായിട്ട് മനസ്സിലായിരുന്നു. അതായത് സാർവദേശീയ മതങ്ങളായ ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ വിഭാഗത്തിലെ ജനവിഭാഗങ്ങളെ കേരളത്തിൽ വിന്യസിപ്പിച്ചതുപോലെ ജനസംഖ്യാനുപാതത്തിൽ വിന്യസിപ്പിച്ച ഒരു രാജ്യവും ഒരു നാടും ഈ ഭൂമുഖത്ത് പറയില്ല. മനസ്സിലായി? പറയില്ല. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട അവരുടെ പ്രത്യശാസ്ത്രത്തിൽ ഹിറ്റ്ലറുടെ ആവേശകരമായ കാര്യം എന്താണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് വംശശുചി. അതിനുവേണ്ടി 60 ലക്ഷം മനുഷ്യരെയാണ് ഉരുളിയുന്നത്. അതിനെ ആവേശം കൊണ്ടുകൊണ്ടാണ് ഗോൾവാൾക്കർ പറയുന്നത് ഇന്ത്യക്കും വംശശുദ്ധി വേണം എന്ന് പറഞ്ഞതിനർത്ഥം, വംശശുദ്ധി വേണം എന്ന് പറഞ്ഞതിനർത്ഥം ഇവിടെ ഹിന്ദുത്വം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പാവപ്പെട്ട പട്ടികജാതിക്കാരനും പട്ടികവർഗക്കാരനും പിന്നോക്കക്കാരനും OBCക്കാരനും എല്ലാം പിന്നോക്കം ആ വിഭാഗമെല്ലാം ഹിന്ദുവാണെന്നാണല്ലോ നമ്മൾ ധരിക്കുന്നത്. ചാതുർവർണ്ണയാണ്, 4 വർണ്ണം: ബ്രാഹ്മണര്, ക്ഷത്രിയര്, വൈശ്യര്, ശൂദ്രര്. ഈ 4 എണ്ണത്തിൽ 2 എണ്ണം കേരളത്തിൽ കരയേണ്ടിയില്ല. അറിയാറുള്ളത്
എന്തൊക്കെയില്ലാതെ രാമനോട് അത്യാവശ്യമുണ്ട്. പിന്നെന്താ പൈസ കണ്ടിട്ടുണ്ടോ? വ്യാപകാശം ഇല്ല. ഇനി ഏതാ ക്ഷത്രിയന് ഉണ്ട്, അധികം ഒന്നുമില്ല. അപ്പോ ബ്രാഹ്മണര് കഴിഞ്ഞാൽ കുറച്ചുള്ളത് പിന്നെ ശൂദ്രര് എന്ന് പറയുന്നത് നായര് നമ്പ്യാർ ഇവിടെ വർണ്ണമുള്ളവരാണ്. വർണ്ണ ഇല്ലാത്തവരുടെ പേരെന്താണ്? അവർക്കൊരു പേരുണ്ട്, വർണ്ണ ഇല്ലാതെ വിഭാഗത്തിനൊരു പേര്. ഏതാണ് വർണ്ണമില്ലാത്തവരെന്താ പറയാ? അവർണം. അത് വളർത്തില്ല അവർണം. ഈ അവർണതൊന്നും ഈ പറയുന്ന വിഭാഗത്തിൽ കൂടി, അതായത് ചണ്ടാള വിഭാഗമാണ്. അതൊന്നും ഹിന്ദുത്വത്തിന്റെ ഭാഗമായിട്ട് അംഗീകരിക്കുന്നതല്ല. യാദവ് പറഞ്ഞ പുസ്തക മുതലാളിത്ത കൂട്ടുകെട്ടിന്റെ അമിതാധികാര വാഴ്ചയാണ് ഈ ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോ അവരിവിടെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള ആഭ്യന്തര ശത്രുക്കളുണ്ട്. ആഭ്യന്തര ശത്രുക്കൾ ഉപയോഗിച്ച പ്രഭാതമാണ് ആഭ്യന്തര ശത്രുക്കൾ. ആരൊക്കെ ആഭ്യന്തര ശത്രുക്കൾ? ജർമ്മനിയിൽ 60 ലക്ഷത്തെ കൊന്നു ഞാൻ പറഞ്ഞില്ലേ. ഇവിടെ ആഭ്യന്തര ശത്രുവാര? വംശശുദ്ധിക്ക് വേണ്ടി ഉന്മൂലനം ചെയ്യേണ്ടുന്ന ശത്രുവാര? 3 എണ്ണം. ഒന്ന് മുസ്ലിം, എമ്മാണ് മുസ്ലിം. രണ്ട് അത് എം തന്നെയാണ്. ഏതാ? 2 മിഷണറി, 3 മാർക്സ്, 3 എം. ഈ ഉന്മൂലനം ചെയ്യേണ്ടുന്ന ഈ 3 എണ്ണം ഇന്ത്യയിൽ ഏറ്റവും കൂടുതലുള്ളത് എവിടെയാണ്? നിങ്ങൾക്ക് കണക്കൂട്ടി അറിയാൻ മനസ്സിലാവും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണം കേരളം തന്നെ. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ലോകത്തിലെ 3 സാർവദേശീയ മതങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിന്യാസത്തിൽ ഇതുപോലുള്ള ഒരു റേഷ്യോ ഇവിടെ ഇല്ല. അപ്പൊ ഇവിടെ മുസ്ലിമും ക്രിസ്ത്യാനിയും കമ്മ്യൂണിസ്റ്റും എല്ലാം ചേർന്നാൽ ഇന്ത്യയിലെ മറ്റു ചില സംസ്ഥാനങ്ങളിലുള്ള ആഭ്യന്തര ശത്രുവിനേക്കാളെല്ലാം കൂടുതലാണ്. അപ്പൊ നമ്മൾ ഈ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അവർ ലക്ഷ്യപ്പെടുന്നത് വെറുതെയല്ല, ലക്ഷ്യപ്പെടുന്നത് വളരെ വ്യക്തതയോടുകൂടിയാണ്. അപ്പൊ ഇതെല്ലാം മനസ്സിലാക്കി ഇതിനെല്ലാം പ്രതിരോധിക്കുന്നതിന് വേണ്ടിയുള്ള വളരെ ശക്തമായ പ്രവർത്തനങ്ങൾ നടത്തേണ്ടിയിട്ട് നരേന്ദ്രമോദി ഒരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന്റെ ഭാഗമായിട്ട് ഉദ്ഘാടനം ചെയ്തതുപോലെ തൃശ്ശൂര് കേന്ദ്രീകരിച്ച് ഞങ്ങൾ മുമ്പോട്ടേക്ക് പോകുമെന്ന് മുമ്പ് പിണറായി മത്സരിക്കുന്ന നിയോജകമണ്ഡലമായ ധർമ്മടം നിയോജകമണ്ഡലത്തിൽ ഇതേപോലത്തെ ഒരു നേതാവ് അമിത്ഷാ ഒരു പദയാത്ര തന്നെ സംഘടിപ്പിച്ചിരുന്നു. ആ പദയാത്രയോടുകൂടി ആ മണ്ഡലം ഞങ്ങളുടെ കയ്യിൽ വരുന്നതാണ്. അതാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷമുള്ള മണ്ഡലമായിട്ട് മാറിയത്. അതുകൊണ്ട് നിങ്ങൾ വന്നതുകൊണ്ട്, പദയാത്ര നടത്തിയതുകൊണ്ട്, ഒരു റോഡ് ഷോ നടത്തിയല്ലോ, റോഡ് ഷോ നടത്തിയതുകൊണ്ട്, ഇവരെല്ലാം പരിപാടി സംഘടിപ്പിച്ചതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ എന്തോ അടിത്തറ എങ്ങനെ ഇടങ്ങിപ്പോകും എന്നുള്ള തീരുമാനം മുമ്പ് അവർക്ക് ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഉണ്ടാവേണ്ട കാര്യമില്ല, ഉണ്ടാവുകയും ചെയ്യും. അതുകൊണ്ട് സംഘപരിവാറിനെതിരായിട്ട്, വർഗീയതക്കെതിരായിട്ട്, മൃദു ഹിന്ദുത്വ നിലപാട് സ്വീകരിക്കുന്ന കോൺഗ്രസിന്റെ സമീപനത്തിനെതിരായിട്ട് ജനങ്ങൾ നല്ലപോലെ വിധി എഴുതുന്ന ഒരു സംസ്ഥാനമായിട്ട് കേരളം മാറാൻ പോവാണ് എന്നുള്ളതാണ് ഇതുമായി ചേർത്തുകൊണ്ട് പറയാനുണ്ട്. സഭകളുടെ ചില ആളുകൾ ഇങ്ങോട്ടാണ് ശരിയാക്കുക. അല്ലാതെ സഹോദരങ്ങളൊന്നും ഏത് വിഭാഗവും ഒരു വിഭാഗവും ഈ സഹപരിവാറുമായിട്ട് ആ രീതിയിൽ ചേർന്ന് പോകുന്നില്ല എന്നത് തന്നെയാണ്. ചെറിയ ആളുകളൊക്കെ ഉണ്ടാവും, എല്ലാവരും ഏത് അന്വേഷണം നടത്തണ്ടേ ഞങ്ങളാരും പറഞ്ഞല്ലോ, നടത്തേണ്ടത് കേന്ദ്ര ഗവൺമെന്റല്ലേ, കേന്ദ്ര ഏജൻസികളല്ലേ. കേന്ദ്ര ഏജൻസികൾക്ക് പറ്റിയ പിഴവോ അല്ലെങ്കിൽ കേന്ദ്ര ഏജൻസികൾ ചെയ്യാത്ത കാര്യമോ മറ്റാരുടെയെങ്കിലും വെട്ടിവെക്കാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ വർക്കല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് ഭയപ്പെടുന്ന എന്ത് കാര്യം കേരളത്തിലുള്ളത്? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോ CPIM-നോ ഒരു ഭയമില്ല. ഈ കള്ളക്കടത്ത് ഉൾപ്പെടെയുള്ള മുഴുവൻ കാര്യത്തിന്റെയും പിന്നിൽ കേന്ദ്ര ഗവൺമെന്റാണ് അതിന് ഉത്തരവാദികൾ. അവരാണ് അത് കണ്ടുപിടിക്കേണ്ടത്, അവരാണ് ചെയ്യേണ്ടത്. അതിന് പകരം വെറുതെ ആവശ്യമില്ലാത്ത രീതിയിലെ പ്രചാരങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് അത് രാഷ്ട്രീയ ഉപകരണമാക്കി ഉപയോഗിക്കാൻ ചില മാധ്യമങ്ങളും കൂടി പുറപ്പെട്ടിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. അതിലൊന്നും ഞങ്ങൾക്ക് ഭയത്തിന്റെ ഒരു കണിക പോലും ഉണ്ടാവേണ്ടിയില്ല.
MOS B മുരളീധരൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് സെൻട്രൽ ഏജൻസീസ് വരുമ്പോൾ മിസ്റ്റർ പിണറായി വിജയനും സതീശനും കൂടി ഒരുമിച്ച് നിന്ന് അതിനെതിരെ കരയുന്നു അല്ലെങ്കിൽ ഞങ്ങളെ വിഷണം ചെയ്യുന്നു എന്ന് പറഞ്ഞതെന്നാണ് MOS B മുരളീധരൻ കഴിഞ്ഞ ദിവസം കോൺഗ്രസും CPI ചേർന്നുകൊണ്ടാണ് എന്ന് പറയുന്ന മുരളീധരന്റെ വാദഗതിയെ ആരെങ്കിലും ഒക്കി കേരളത്തിൽ. ഞങ്ങൾ കോൺഗ്രസിനോടുള്ള നിലപാട് തന്നെയാണ്, കൃത്യമായ നിലപാടാണ്. ഹിന്ദുത്വ വർഗീയതയാണ് BJP കൈകാര്യം ചെയ്യുന്നത്. മൃദു ഹിന്ദുത്വ നിലപാട് അതിന് പകരം നിങ്ങൾ ചെയ്താൽ നിങ്ങൾ അത് ചെയ്യും എന്നാണ് കോൺഗ്രസിനോട് ഞങ്ങൾ പറയുന്നത്. ഇപ്പൊ കോൺഗ്രസ് എടുക്കേണ്ട നിലപാട് ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യണം, അത് നിലവേണ്ട ഉള്ളടക്കത്തോടുകൂടി കൈകാര്യം ചെയ്യണം. അത്രയും ഞങ്ങൾ പറയുന്നത് കോൺഗ്രസ് അത് ചെയ്യാൻ കോൺഗ്രസ് ചെയ്യാറില്ല. കോൺഗ്രസ് ഈ രാമക്ഷേത്രത്തിൽ പങ്കെടുക്കുകയാണ് ഒഫീഷ്യലി. കോൺഗ്രസിന്റെ അധ്യക്ഷനോ അല്ലെങ്കിൽ സോണിയാഗാന്ധിയോ അങ്ങനെ ആരെങ്കിലും പ്രധാനപ്പെട്ട പ്രതിനിധി പങ്കെടുക്കുകയാണെങ്കിൽ കോൺഗ്രസ് നയിക്കുന്ന ഇന്ത്യ മുന്നണിയുമായി സഹകരിക്കില്ല എന്നൊരു നിലപാട് എടുക്കില്ല. അതായത് ഞങ്ങളുടെ നിലപാടും അവരുടെ നിലപാടും ഒന്നായിട്ടല്ല ഈ ചേരല്. ഞങ്ങളുടെ മുമ്പിലുള്ള ഒറ്റ ഒരു പ്രശ്നമേ ഉള്ളൂ. അതെന്താ, ഇന്നത്തെ രീതിയിൽ മുമ്പോട്ടേക്ക് പോയാൽ BJP തിരിച്ച് അധികാരത്തിൽ വന്നാൽ പിന്നെ ജനാധിപത്യ ഇന്ത്യ ഉണ്ടാവില്ല, മതനിരപേക്ഷ ഇന്ത്യ ഉണ്ടാവില്ല, ഈ ഭരണഘടന ഉണ്ടാവില്ല. പിന്നെ അവർ തന്നെ ഇപ്പൊ തയ്യാറായി കൊണ്ടിരിക്കുന്ന ഭരണഘടനയുണ്ട്, അത് ഹിന്ദു രാഷ്ട്രത്തിന്റെ ഭരണഘടനയാണ്, ഹിന്ദുക്കൾക്ക് മാത്രം വോട്ടവകാശം ഉണ്ടെന്ന് പറയുന്ന പ്രഖ്യാപിക്കുന്ന ഭരണഘടനയാണ്. അപ്പൊ അതിനെ പ്രതിരോധിക്കാൻ നമ്മുടെ മുമ്പിലുള്ള ഒരു ആയുധമാണ് എന്ത്, ഇന്ത്യ എന്ന വിചാര രീതി. അതിനെ ശക്തിപ്പെടുത്തുന്നതിന് പകരം ദുർബലപ്പെടുത്തരുത് എന്നാണ് കോൺഗ്രസിനോട് ഞങ്ങൾ പറയുന്നത്. അതാണ് ആരോഗ്യകരമായ ഒരു കാര്യമാണ് ഞങ്ങൾ പറയുന്നത്. അവരുടെ നിലപാട് ഇത് നേരത്തെ പറഞ്ഞ പോലെ മൃദു ഹിന്ദുത്വ നിലപാടുകൊണ്ട് പകരം വന്നാൽ സാധിക്കില്ല. അനുഭവത്തിന് പഠിച്ചതിനും അവർ പഠിക്കുന്നില്ല. ഇതാണ് കോൺഗ്രസിനെ പറ്റി ഇവിടെ ഞാൻ പറയുന്നത്. ഇവിടെ സമൂഹത്തിന്റെ സംസ്കാരത്തിന്റെ ഭാഗങ്ങൾ രണ്ടാണ്. കേട്ട കഴിയാൻ എന്ത് ചെയ്യണമെന്നതിനെ വ്യക്തിത്വമുള്ളതാണ് പ്രവർത്തിക്കുന്നവരാണ്, ഡെമോക്രാറ്റിക് അല്ല. അതാണ് ജനാധിപത്യ കരിക്കപ്പെടുന്ന സമൂഹത്തിലാണ് യഥാർത്ഥത്തിൽ ജീവിക്കുന്നത്. അപ്പൊ ഈ ഫ്യൂഡൽ ജീർണതയുമായിട്ട് ബന്ധപ്പെട്ട് അപ്പോൾ ഇപ്പോൾ ഒരേപോലെ നിൽക്കുകയാണ്. ഒന്ന് അശുദ്ധമാക്കപ്പെടുന്നു, അശുദ്ധമാക്കുന്നതിനെ ശുദ്ധീകരിക്കും. രണ്ടും അത് തന്നെയാണ്. ഇതൊന്നുമല്ല രാഷ്ട്രീയം. പാവൻ ചെറുപ്പക്കാരെ പിടിച്ചുകൊണ്ടുപോയി ഇമാതിരി തരത്തിലാണ് അവരെ നടത്തുന്നത്. ജനാധിപത്യപരമായ രീതിയിലുള്ള രാഷ്ട്രീയ കൈകാര്യം ചെയ്യാൻ പഠിപ്പിക്കണം. അതിന് പകരം ഇമാതിരിയുള്ള വിശ്വാസങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ജീർണത കൈകാര്യം ചെയ്യാൻ പുറപ്പെട്ടാലോ അത് നൽകുന്ന സന്ദേശം ശരിയായതല്ല. അതിന്റെ സംഘർഷാത്മകമായ സാഹചര്യങ്ങളെല്ലാം പോരെ, ഗവൺമെന്റ് രീതിയിലുള്ള നിലപാടുകളും കാര്യങ്ങളെല്ലാം പോരെ. സാധാരണ രീതിയിൽ എല്ലാ സന്ദർഭത്തിലും പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ മുഖ്യമന്ത്രി ഇത്തരം പരിപാടിയിൽ പങ്കെടുക്കാറുണ്ടല്ലോ. എന്ത് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് പങ്കെടുക്കാതിരിക്കുന്നു? നമ്മുടെ ഒരു സംസ്കാരമുണ്ട്, ആ സംസ്കാരത്തിനെ തന്നെ കുറിച്ച് എല്ലാത്തിനും നിഷേധാത്മകമായി നിലപാട് പോകുമ്പോ ഒരു വികസനവും കേരളത്തിൽ നടത്താൻ അനുവദിക്കില്ല, കേരളത്തെ വളരാൻ അനുവദിക്കില്ല എന്ന നിഷേധാത്മകമായ ഒരു നിലപാടാണ് ഇവർ ഈ സ്വീകരിച്ചിരിക്കുന്നത്. നമ്മൾ കണ്ടാൽ മതി, അവരാരും പിടിക്കാതില്ല, പിടിച്ചിട്ടുണ്ട്. മുസ്ലിം ലീഗിന്റെ ഭാഗമായിട്ട് ഒരു ഇന്ത്യ തന്നെ പങ്കെടുത്തിട്ടുണ്ട്. UDF ആകെ പരിഷ്കരിക്കുമെന്ന് പറയാൻ സാധിക്കില്ല. UDFന്റെ ഭാഗമായിട്ട് തന്നെ മഹാബോധിനെ പങ്കെടുക്കേണ്ടി അതൊക്കെ നോക്കാതെ ഇതൊക്കെ ഭരണഘടനാപരമായിട്ടുള്ള സ്ഥാപനങ്ങളാണ്. നിഷേധാത്മകമായ രീതിയിലൊന്നും പോകാൻ സാധിക്കില്ല. ഭരണഘടനാപരമായ കാര്യം കൈകാര്യം വരും. ഇല്ലെങ്കിൽ അതിന് സൈനികരുടെ ഉത്തരം പറയേണ്ടി വരും എന്നുള്ളത്
വിവിധ ഗവർണർമാർക്ക് സുപ്രീം കോടതിയുടെ മുമ്പിൽ വ്യക്തമായതാണല്ലോ. കേസ് അവിടെ തന്നെ ഉണ്ട്. അതിൽ അങ്ങനെ കൈകാര്യം ചെയ്ത് പോവാം. കുറച്ച് പ്രയാസം ഉണ്ടാക്കാൻ സാധിക്കുന്നത് ശരിയാണ്. അത് ചോദിക്കേണ്ടത് നരേന്ദ്രമോദിയാണോ? അവർക്ക് തൃപ്തികരാണോ അത് ചോദിക്കും. ഞങ്ങൾക്ക് തൃപ്തികരല്ലാന്ന് വളരെ വ്യക്തമല്ലേ? അത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രതികളെ ഇപ്പോഴും ചോദ്യം ചെയ്ത് പോയില്ലല്ലോ. ചോദ്യം ചെയ്യുന്നതിന് ആവശ്യമായ ഒരു നിലപാട് സ്വീകരിച്ചിട്ടില്ലല്ലോ. അതിന് വീണ്ടും വിശദീകരിച്ചുകൊണ്ടതായിരിക്കും. നേരത്തെ ചോദ്യത്തിന് നേരെ മറുപടിയാണ്. വെറുതെ പറയുകയാണ്. ഒരു സിദ്ധാന്തത്തിന്റെ പത്രമായിട്ട് ബാധിക്കുകയാണ്. സംസ്ഥാനങ്ങളിലെ പല മുഖ്യമന്ത്രിമാർ വളരെ ചെറിയ ആരോപണങ്ങൾ അവർക്കെതിരെ പക്ഷെ കേരളത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഒരു പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനെതിരെ പോലും ആരോപണം ഉണ്ടായി. എന്തുകൊണ്ട് കേരള മുഖ്യമന്ത്രിക്കെതിരെ അത്തരം നടപടി ഉണ്ടാകുന്നില്ല? അതിന്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ എന്തെല്ലാം അന്വേഷണം 6-7 ഏജൻസികൾ ചേർന്ന് കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിന് മുമ്പ് എല്ലാം കൂടി കലക്കി എന്തും ചെയ്യുന്ന നിലപാടിലേക്ക് എത്തിയിട്ട് നിങ്ങൾക്ക് മുഖ്യമന്ത്രിയിലേക്ക് എത്താൻ ഒരു വഴി ഉണ്ടായിട്ടില്ല. അതാ കാര്യം. പരിശുദ്ധമായ ഒരു രാഷ്ട്രീയത്തിന്റെ കറപുരളാത്ത ഒരു കൈയുടെ ഉടമയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി. അതുകൊണ്ടാണ് നിങ്ങൾക്ക് എത്താനാവാത്തത്. നിങ്ങൾക്ക് ആഗ്രഹിക്കാനില്ല, BJP ആഗ്രഹിക്കാനില്ല, UDF ആഗ്രഹിക്കാനില്ല. പക്ഷെ ആഗ്രഹിച്ചാലും എത്താനാവാത്ത നിലയിലുള്ള അത്രയും ദൂരത്താണ് സൂര്യനെ പോലെ. അതാ കാര്യം. കേട്ടോ, കരിഞ്ഞു അത് നല്ലപോലെ മനസ്സിലായിക്കോ. ഇല്ലാണ്ട് മറ്റേ ചോദിച്ചപ്പോൾ അത് നിങ്ങൾ നാളത്തെ പത്രത്തിൽ നിങ്ങൾ എഴുതൂരാന്നറിയാം. അതുപോലെ എന്നാലും ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ടാണ് അടുക്കാൻ പറ്റില്ല. കേസുകാരനല്ല കേസ് ഇനിയും നിലവിൽ തന്നെ ഉണ്ടല്ലോ. നിലവിൽ തന്നെ ഒന്നും അവസാനിക്കുന്നില്ല. ഏതെങ്കിലും ഒരു കാര്യം വെച്ച് ആർക്കെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും സൗകര്യം ചെയ്ത് കൊടുക്കുക എന്നുള്ള നിലപാട് CPM ഇല്ല. ഗണതന്ത്രം ജനാധിപത്യത്തിലില്ല. കേസിന്റെ രീതിയിൽ തന്നെ കൈകാര്യം ഒരു സംശയം പാടില്ല. ഞാനിത് കേന്ദ്ര ഏജൻസിയുടെ കാര്യം നേരത്തെ പറഞ്ഞത്. അല്ലാണ്ട് ഏതെങ്കിലും ഇവിടെയുള്ള ഏതെങ്കിലും കേസ് ഉണ്ടാവില്ല. ആ കേന്ദ്ര രീതിയിൽ തന്നെയാണ്. സുപ്രീം തന്നെ നേരിടുന്ന കേസ് നടത്തില്ലേ? പൈസ കൊടുത്ത കേസ് ഉൾപ്പെടെയുള്ള കാര്യം നടത്തില്ലേ? അതുപോലെ തന്നെ മറ്റേ മഞ്ചേശ്വരത്തിന്റെ കേസ് നടത്തില്ല. അതൊക്കെ തന്നെ അതിനൊന്നും ഒത്തുതീർപ്പിന് പ്രശ്നമില്ല. എല്ലാ പോലീസും സർക്കാരിനായി അതേപോലെ അക്ഷരം വഴി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. തെറ്റാണ് വേണ്ട. തെറ്റായ നിലപാട് സ്വീകരിച്ചാൽ ശരിയായ നിലപാടുകൊണ്ട് അതിനെ ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യും. അതിനെ പരിശോധിച്ച് പറയേണ്ട കാര്യമാണ്. അതിപ്പോ പത്രങ്ങളിൽ ചോദിച്ചാൽ അതൊക്കെ ചെറുപ്പക്കാരായുള്ള ആളുകൾ ശക്തിയായി ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ട് നമുക്കുണ്ടായ സംഭവം മാത്രമാണ്. ആ സംഭവത്തിൽ ന്യായീകരിക്കാൻ CPM അതൊന്നുമില്ല. ഇപ്പോൾ കേസെടുക്കുന്നത് ഏതാ കേസെടുക്കുന്നത്? ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇവിടെ നമ്മുടെ SFI കുട്ടികൾക്കെതിരായിട്ട് ചാർജ് ചെയ്ത കേസ് ഇവിടെയാണ്. പ്രസിഡന്റിനും അതുപോലെ തന്നെ ഗവർണർക്കുള്ള സുരക്ഷ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒറ്റ കേസെ എടുത്തിട്ടുള്ളത് ഇവിടെയാണ്. അതൊന്നല്ല, അത് നിലനിൽക്കുന്നത് പറയാം. നിയമത്തിന്റെ ഭാഗമായിട്ടുള്ളതാണ്. അതേ ഉള്ളൂ. ആവശ്യപ്പെട്ടു എന്ന് പറഞ്ഞാൽ FIR അപ്പീലുണ്ടാവും നിയമപരമായിട്ട്.
ഞാൻ ആവശ്യപ്പെട്ട് ഒരു കേസ് നിങ്ങൾ എടുക്കുന്നു നിങ്ങൾ പറഞ്ഞാൽ അതുകൂടി ആ FIR ഇല്ലാതാവും. അത് ശരിയാണോ? അങ്ങനെ കേസ് എടുക്കാൻ പാടില്ലതാണ്, അങ്ങനെ എടുക്കാൻ പാടില്ല. ആര് പറഞ്ഞാലും എടുക്കാം. പിന്നെ പ്രധാനമന്ത്രി പറഞ്ഞാലും പ്രസിഡന്റ് പറഞ്ഞാലും ഗവർണർ പറഞ്ഞാലും മുഖ്യമന്ത്രി പറഞ്ഞാലും ആര് പറഞ്ഞാലും ആ പറഞ്ഞതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഒരു കേസ് എടുക്കാൻ ഇന്ത്യൻ നിയമത്തിൽ പോകും. അല്ല, ഇതിലെ ഈ SFI നേതാക്കൾക്കെതിരെ ഈ പറഞ്ഞ അഴിമതിയും അതുപോലെ ഗവർണർമാർക്കുള്ള സുരക്ഷയുമായി ബന്ധപ്പെട്ട ആ വകുപ്പ് ചേർത്ത് ശരിയാണ്. ആ ഒരു സ്പെസിഫിക് വകുപ്പ് ഈ രാജ്യമായി അങ്ങനെ അത്രയും ഒരു ആശായിട്ടുള്ള വകുപ്പ് ഉണ്ടായിരുന്നു. അത് പരിശോധിക്കേണ്ടതാണ്. അതിന് അല്ല, അവരെല്ലാം സ്വതന്ത്രമായിട്ട് നിൽക്കുന്നവരല്ലേ. സ്വതന്ത്രമായിട്ട് നിൽക്കുന്നവർക്ക് പല കൊടുക്കട്ടില്ല. ഞങ്ങൾ പ്രത്യേകിച്ച് അതിൻ്റെ അത് നിൽക്കുന്ന കാര്യമില്ല. ഞങ്ങൾ പ്രത്യേകിച്ച് നമ്മൾ തന്നെ അതെ, അവർ ന്യൂനപക്ഷങ്ങളുമായിട്ട് ബന്ധപ്പെട്ടും മറ്റ് വിവിധ ഇന്ദിരാവാസിന്റെ അടിസ്ഥാനപ്പെടുത്തിയിട്ടും ചില കൂട്ടായ്മകൾ ഉണ്ടാക്കുന്നുണ്ട്. ആ കൂട്ടായ്മകൾ ഉണ്ടാക്കട്ടെന്ന് നമ്മൾ പറയേണ്ട കാര്യമില്ല. ഈ ഇന്ത്യ പ്രധാനപ്പെട്ട രാഷ്ട്രീയ അജണ്ടയാണ് ഈ ജാതി സംബന്ധം. ഇന്ത്യയുടെ ഭാഗമായിട്ടുള്ള പല പ്രധാനപ്പെട്ട കക്ഷികളുടെയും അവർ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ അത്തരത്തിലുള്ള സംവരണം സംസ്ഥാന തലത്തിൽ നടന്നു. കേരളത്തിൽ എന്തുകൊണ്ടാണ് ഇടതുപക്ഷം അങ്ങനെ ഒരു ജാതി സംവരണത്തിലേക്ക് പോകുന്നത്? ഇവിടെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ജാതി സംവരണം ഇന്ത്യയിൽ ആദ്യമായിട്ട് 50%. ജാതി സർവേ നടത്തേണ്ടതില്ല, ജാതി സെൻസസ് നടക്കുന്നുണ്ട്. ജാതി സെൻസസ് നടത്തണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. ജാതി സെൻസസ് നടത്തേണ്ടത് കേരള ഗവൺമെന്റ് അല്ല സുഹൃത്തെ. അതാണ്, അത് സർവേയാണ്. അത് സർവേയാണ്. ഇത് രണ്ടും വ്യത്യാസം. ഇതെല്ലാം കൂട്ടിക്കൊടുത്ത് പറയല്ല വേണ്ടേ. ജാതി സർവേ എന്ന് പറയുന്നത് ബീഹാറിൽ ഇപ്പോൾ നടന്നത് പോലെയുള്ള ഒന്നാണ്. ഞങ്ങൾ പറയുന്നത് സമഗ്രമായിട്ടുള്ള ഇന്ത്യയിൽ ആകമാനകമായ ഒരു ജാതി സർവേ ഉൾപ്പെടുന്ന സാമൂഹിക സാമ്പത്തിക സർവേ വേണമെന്നാണ്. അത് 21 നടക്കേണ്ടതായി, ഒന്നും നടന്നില്ല. ഇനി നടത്താൻ പോകുന്ന സർവേ ജാതി ഉൾപ്പെടെ ചേർത്തുകൊണ്ടുള്ള സർവേ നടക്കണം. അതാണ് ഞങ്ങളുടെ അഭിപ്രായം. കേന്ദ്രം നടത്താതിരിക്കാൻ പറ്റില്ല. കേന്ദ്രം നടത്താതിരിക്കാനേ പോവാം. അത് ഭരണഘടനാപരമായിട്ടുള്ള കാര്യമില്ലേ ഇവിടെ ഒന്നും ചെയ്യേണ്ടത്. അത് ചെയ്യണം. 2010 കൊല്ലം കൂടുമ്പോഴായിരുന്നു സർവേ. 2021 നടക്കേണ്ടതാണ്. നടന്നില്ല. അത് നടക്കണം. ആ സർവേന്റെ ഒപ്പം തീർച്ചയായിട്ടും കേന്ദ്ര ഗവൺമെന്റ് ജാതി സർവേ കൂടി ഉൾപ്പെടും. ജാതി സർവേ പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നില്ല, ഇവിടെ ഉദ്ദേശിക്കുന്നില്ല. ഈ പറയാം പോയിട്ടായി. അത് സംവരണം നടപ്പിലായോ? പാർട്ടി മുമ്പ് കൊടുത്തിട്ടുണ്ടല്ലോ. ഇനി കൊടുക്കും. വലിയ വർഷം കൊടുത്തിട്ട് ഇനിയും കൊടുക്കും. പറയാൻ മുമ്പ് പറയാം, കേന്ദ്ര ഗവൺമെന്റ് ആണ് സെൻസസ് നടത്തേണ്ടത്. ആ സെൻസസിന്റെ ഒപ്പം ജാതി സെൻസസ് കൂടി നടത്തണം. ബീഹാർ നടത്തുന്നതുപോലുള്ള സർവേയാണ്. ആ സർവേ നടത്തിയത് മാത്രം ഈ ഇന്ത്യയുടെ ജാതി സംവരണ പ്രശ്നം ഉൾപ്പെടെ പരിഹരിക്കാനാവില്ല. അത് നിങ്ങൾ മനസ്സിലായിക്കോളൂ. അതുകൊണ്ടാണ് പറഞ്ഞത് അങ്ങനെ. ഇല്ല, വേറെ എന്തോ പോയിന്റ് ചെയ്യുന്നവരുടെ മറ്റുള്ള പ്രവർത്തനം വരുന്നില്ല. ഒരു പോയിന്റ് ഞാൻ നെഗറ്റീവായ ഒരു കാര്യത്തിലേക്ക് പോകാൻ ആദ്യം വിശ്വാസം നമുക്കില്ല. ഞാൻ ആദ്യം നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ നെഗറ്റീവായ വാർത്തകൾ നാളെ കൊടുത്താലും നാളെ നെഗറ്റീവായ വാർത്ത കൊടുത്താൽ അതിലും പിന്നീട് പോകേണ്ട പ്രശ്നമില്ല. നിങ്ങൾ അതിലേക്ക് കൊണ്ട് പോകുന്നതേ ഉള്ളൂ. നിങ്ങളേതാ ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്കുള്ള പ്രധാനപ്പെട്ട പോയല്ലോ. ശരി,